അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങൾ ഇടുക്കിക്ക് പോവാണ്. ഇടുക്കിക്ക് പോണേന്നുള്ള സന്തോഷം നല്ലുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ദൂരയാത്ര പോയി കാണാൻ നമുക്ക്. Lights went down when you feel lost in your shadow. അപ്പൊ നമ്മള് വണ്ടിയിലൊക്കെ കയറി ആയിഷന്റെ പാട്ടൊക്കെ കേട്ടി ഇങ്ങനെ വരെ 3 മണിക്കാണ് കയറണം വിചാരിച്ചത്. പക്ഷെ സുബിയൊക്കെ നിസ്കരിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നേരൊക്കെ വെളുത്ത് കയറിണ്ട്. പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുന്ന ഇടയില് നേരൊക്കെ ചെറുതായിട്ടൊക്കെ വെളുത്ത് വരുന്നുണ്ട്. ഉറങ്ങിയ പൂസിൽ പറയല്ലേ നല്ലതീ പറ. ഞാൻ കണ്ടില്ല നല്ലതീ പറയണേ. ഇജല്ലാതെ ഓറാവണ്ട. എനിക്ക് വോയിസ് ഓർക്കാനൊക്കെ അറിയാം. നല്ലതിലോ വോയിസ് ഓർക്കാൻ ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്ന ഇടയില് തോനെ കാറുകളൊക്കെ കണ്ട്, തോനെ ബൈക്കുകളും പല രസമായിരുന്നു. പിന്നെ അതിന്റെ ഇടയില് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടി കഴിഞ്ഞ്. പിന്നെ മൂത്താപ്പ ഓരോരുത്തർക്ക് പായൊക്കെ കൊടുത്തിന്. വലിയ കാര്യത്തില് പായൊക്കെ കൊടുത്തിന്. പൊയിങ്ങ പായില്ലെങ്കിൽ നമ്മളൊക്കെ തിന്ന്. എല്ലാവർക്കും ഇഷ്ടമായില്ലെന്നൊക്കെ ചോദിച്ച്. പക്ഷെ പൊയിങ്ങ പായെങ്കിൽ നമ്മളെല്ലാവരും തിന്നും ചെയ്ത്. അതിന്റെ അടുക്ക് മൂത്തമ്മന്റെ പഴം കാണാതെ എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്താണ് കിട്ടിയത്. എന്നോട് ഇങ്ങനെ ചോദിക്കണാണ്. പിന്നെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കണേ. പിന്നെ ദിൽക്കാക്ക് മുഴുവൻ ഷോ ആയിരുന്നിട്ടാ. ഫാത്തിമാന്റെ പാട്ടും ഒക്കെ പാടി മുഴുവൻ ഷോ ആയിരുന്നു. ഏതാ ഡാൻസ്, ചെറിയ ഏതാ അഭിനയോ. പിന്നെ മൂത്തമ്മനും കൂട്ടി പിന്നെ കളി മൂത്തമ്മൻ ചിരിപ്പിച്ചിട്ട്. മൂത്തപ്പാണ് ഈ ഗൾഫിലാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ചാർച്ചലൊക്കെ കൊണ്ട് മച്ചാറിലൊക്കെ കൊണ്ടിറങ്ങി. ഞങ്ങള് കാലടിയിലായിരുന്നു. സഫന്റെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോഴാണ് ഞങ്ങള് വലിയൊരു ഹോട്ടലുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ കൂടി വലിയ വിമാനമൊക്കെ പോയി. നല്ല എയർപോർട്ടിന്റെ അടുത്തല്ല. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എന്റെ കുറച്ച് ചീസു. പിന്നെ ഞങ്ങള് ഹോട്ടലിൽ ഫുഡ് ഇമ്മച്ചി പിന്നെ ഐഫോൺ എടുത്ത കടയിലല്ല. അതുകൊണ്ടല്ല മൊത്തം വീട് ഇങ്ങനെ തോണ്ടിരിക്കണേ. ഞാനത് വാഷ്റൂമിൽ കയറി. ഇനിമ്മച്ചി കാണാൻ പോണ ഐഫോൺ എടുത്ത ഷോ ആണ്. കണ്ടോളി മക്കളെ. എന്താ ഷോ അത് കാണണം. കയറിയിട്ടാണ് ആ ഷോ ഒക്കെ കാണിക്കണേ. എടുത്തിട്ടൊക്കെയാണ് കയ്യേക്കണ്. ഈ ഷോ ഉണ്ടോ ഉമ്മച്ചിന്റെ? എന്താ ഷോ? ഐഫോൺ എടുത്ത ഷോ. എന്തത് നല്ല ഷോ ആണ്. കയ്യേകി ഗായ്സ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ ഞാൻ എത്ര മുന്നേ ഓർഡർ ചെയ്ത് സെറ്റ് ആയിരിക്കണം. ഓരോരോ ഫാമിലി ഓരോരോ ഭാഗത്തായി ഇരിക്കാന്. ഓർഡർ കൊടുത്ത് ഞങ്ങള് പിന്നെ ഓർഡർ ചെയ്തത് പൂരിയാണ്. മസാല ദോശ ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു. പക്ഷെ മസാല ദോശ എന്താ മെയിനായിട്ടല്ലേ ഫ്ലാഷ് ഉണക്കിട്ടാ ഇരിക്കണേ. അത് ഐഫോണിന്റെ വേറെ ഷോ. മുതമാനൊക്കെ ഇപ്പാന്റെ കഥന്റെ പിന്നെ ക്ലാസ് കൊണ്ടുവന്ന് ഫൈസലാക്ക് എല്ലാരോടും വെറുതെ ഷോ ഇട്ടിട്ട് എന്തൊക്കെയാ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് നടക്കാണ് പോലെ ഷോ ഒക്കെ കാണിച്ചിട്ട്. പിന്നെ ഉമ്മാന്റെ അടുത്ത് ചെറിയൊരു
ഫോണിന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ടാന്ന് എന്റെ ഉമ്മച്ചി പല വട്ടം പറഞ്ഞിരിക്കണേ. ചാടി വെക്കണ സാധനം ഇല്ലേ ഉമ്മാന്റെ മേത്തേക്കാണ് വേണക്ക് നല്ല ചീത്ത കിട്ടി. പിന്നെ നിങ്ങള് ബില്ല് കൊടുക്കാൻ നിന്നു ഗൈസ്. എല്ലാരും ജ്യൂസ് കുടിക്കണ്ടേ. എനിക്ക് ഇത് ഈ പുസ്തകം വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഉമ്മച്ചി പറഞ്ഞു തോനെ പറഞ്ഞു വാങ്ങിക്കോന്ന്. വാങ്ങണ്ടേ രീതിക്ക് പോയി. ഞങ്ങൾ തോനെ ചോദിച്ചില്ലേ. ഇത് ഞങ്ങളെ ഡ്രൈവറാണ്. പിന്നെ ഐഷു പാട്ടുകാരി ഐഷു ഞങ്ങളെ ഡാൻസ് ഒക്കെ തുടങ്ങി. എന്റെ ഷോ അങ്ങനെ ഉണ്ട്. എന്റെ ഡാൻസ് ഇപ്പൊ സ്ഥലം ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ ഇനി സ്റ്റെപ്പുകളുണ്ട് പക്ഷെ പറ്റിയില്ല. ചെറിയ വലിയ ഡാൻസുകാരി. അതുകൊണ്ട് എന്തായി സുഖായി. എന്റെ ഡാൻസ് കുറച്ചേരം നിന്ന് അജുമുണ്ടണ്ട. ഞാനെല്ലാം കളിക്കും എന്നെ പോലെ. നമ്മളെ സ്ഥലത്തി നമ്മൾ ഡ്രസ് മാറ്റാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവാണ്. അവിടെ ഞങ്ങള് അവിടെ സംഭവം കാണിച്ചു തരാനുണ്ട്. ഈ മരം കണ്ട എന്ത് മരം നോക്കാം. റംബൂട്ടാന്. ഞങ്ങള് ബാഗ് നിറച്ചു അതാണ്. എന്നിട്ട് അടുക്കടുക്ക് ഇങ്ങനെ തിന്നല. ഞങ്ങളെ പണി ബോറടിച്ചിരിക്കല്ലേ. വാങ്ങുന്നു ഞാനത് തിന്നോണ്ടിരിക്കണേ. പിന്നെ നമ്മള് വാടാട്ടുപാറയ്ക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ഉമ്മച്ചിക്ക് ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നേ. ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ആകാശമൊക്കെ ഇങ്ങനെ ക്ലിയറിൽ ഇങ്ങനെ കിട്ടണേ. ഐഫോർത്ത് പിന്നെ ഉമ്മച്ചിക്ക് അതന്നെ. നമ്മളിങ്ങനെ പോയോണ്ടൊക്കെ ഇരിക്കാൻ അടിപൊളിയാണ്. ഇങ്ങനെ പോകുമ്പോക്കെ കാണാൻ കാഴ്ചകളും റംബൂട്ടാന മരങ്ങളും നിറച്ച് റംബൂട്ടാന മരങ്ങളേന്ന്. പിന്നെ പോയോണ്ടിരിക്കുമ്പോ നിറച്ച് റംബൂട്ടാന മരങ്ങളേന്ന്. ഈ ഷോ ഇതുണ്ടായ ഒരു വലിയ ഏക്കറൊക്കെ സ്ഥലത്ത് നിറച്ചു റെഡ് കൊണ്ട് റംബൂട്ടാന്റെ തോട്ടേന്ന്. ഞങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ട് ഇതൊക്കെ മൊത്തം കാലിയാക്കിയിട്ടുണ്ടാവും. ഒരു ബാഗ് എടുത്ത് പോയാ മതി. ഇത് ഞങ്ങൾ ഡ്രസ് മാറ്റി പോയ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങള് ഇത്രമാരി പൊട്ടിച്ച്. ഇത് ഡാമാണ്. ഇതൊരു ഡാമാണ്. ഡാം തുറന്നൊക്കെ ചെയ്തിങ്ങനെ വെള്ളം വരുന്നൊക്കെ കാണില്ലേ. പിന്നെ ഇവിടെ തോന്നെ ആൾക്കാരെ ചൂണ്ടിടാനും നടക്കാനും ഓടാനൊക്കെ വന്നിട്ട് ഇങ്ങനെ നിക്കണൊക്കെ ഉണ്ട്. തോന്നെ ആൾക്കാർ ചൂണ്ടൊക്കെ ഇട്ട് മീനിനൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് പിന്നെ കാട്ടിന്റെ ഉള്ളിൽ കൂടി ഒരു യാത്ര ഉണ്ടായിരുന്നു. തോന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആനനെയും മാനൊക്കെ കാണുന്നും പിന്നെ ക്രോസിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല കാണാന്. തോന്നെ ആൾക്കാരൊക്കെ ഞങ്ങളപ്പോ തന്നെ കുളിക്കാനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കാട്ടിലൂടെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഏതാ വൈബ്. തോനെ പോയിട്ട് എത്തണ്ടേ. ലാസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ഞാൻ അങ്ങനെ തൂങ്ങി ഒരു പൊട്ടത്തി കാട്ടിക്കൂടി ഒക്കെ കയറിയ കാഴ്ചകള് കാണലല്ലോ. ഉറങ്ങലാണ്. എന്നിട്ട് എന്തെങ്കിലും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തൊക്കെ ഒരു വൈബല്ല ഇങ്ങനത്തെ ഒക്കെ കാണണേ. വീഡിയോ സീരിയൽ കൂടെ കണ്ടാലും കുഴപ്പമില്ലല്ലോ. വീഡിയോ സ്റ്റഡി കണ്ട നേരെ ഇട്ട് കാണാൻ പോലെ. എന്നാ ഇവിടെ നിന്നാ പോരുന്നു. വീഡിയോ കാണിച്ചെന്നാ പോരുന്ന തന്നെ. അപ്പൊ ഇക്കെന്താ കുളിക്കണ്ട അയച്ചാൻ പറയണേ. കുളിക്കണ്ടെന്ന് വീട്ടിൽ കുളിച്ചാ പോലെ. ആണ്ടൊക്കെ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ പിന്നെ തോട്ടി കൂടെ ഒക്കെ കുളിക്കണം. നല്ല സുഖമാണ് അങ്ങനെ. ആ പെട്ടെന്ന് യാസ്കാക്കനോട് പേരൊന്നും കാണാതെല്ലാം പോലെ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തിട്ട് ആ പേരൊക്കെ കാണുന്ന രൂപത്തിൽ ഫോൺ വീഡിയോ എടുത്തേക്കാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നും രസമൊക്കെ ഉണ്ട്. വളവുണ്ടാ. ഞങ്ങൾ ആദ്യം ഇങ്ങനെ നിർത്തിയപ്പോ അങ്ങനെ ഒന്നിനാ വിചാരിച്ചത്. ഇത് പിന്നെ നമ്മൾ നാർക്കാട് ദിൽക്കാതെ എടുത്തന്ന വീഡിയോ ആണ്. പേരൊന്നുമില്ല. നല്ല വൃത്തിക്ക് അടിപൊളിയായി എടുത്തന്നിങ്ങനെ. ചെറുതായിട്ട് ഇങ്ങനെ കുഴപ്പമില്ല. രസമില്ല. ആൾക്കാരെ ആനാന്ന് പോത്തിനെ കാണിച്ചെടുത്ത് നല്ല വിറ്റാണ്. പൈനാപ്പിൾ കൃഷിയും റംബൂട്ടാൻ കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ജസീൽ കാക്ക. ഷർട്ട് ഇട്ട ഷോ ആണ്. ജിമ്മ് തോന്നുന്നുണ്ട് അതിന്റെ ഒക്കെ ഷോ. പിന്നെ സ്ഥലത്തി മക്കളെ നമ്മക്ക് ഇറങ്ങിക്കാണാം. ഇതാണ് സ്ഥലം. എല്ലാരും ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പൊ ഞാനിട്ട് ഇത് പിന്നെ എനിക്കകർത്താണ്. നമ്മളൊന്നും അറിയാത്ത പോലെ മേഘം എന്തൊക്കെ കിട്ടണ രൂപത്തില് നമ്മള് താഴത്തേക്ക് ഇറങ്ങി പോയാലാണ് കുളിക്കണ ഭാഗം. അപ്പൊ നമ്മള് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടാ ഇത് പിന്നെ ഉമ്മച്ചെടുത്തതാണ്. ഞാനും ഓനാണ് ബാഗ് കുടിച്ചിരുന്നത്. എനിക്ക് ബാഗ് കുടിക്കാൻ മടിയാണ് ഗൈസ്. ഞാൻ അറിഞ്ഞോണ്ടിരിക്കണ ബാഗാണ് എടുത്തത്. രസല്ലേ പിന്നെ കാക്ക എല്ലാരും കൂടി ഇറങ്ങി പോവാണ്. നല്ല രസമാണ്. ആ മേഘമൊക്കെ കണ്ട സൂര്യനും മേഘമൊക്കെ എന്ത് കാണാൻ എന്ത് രസമുണ്ട്. ഇഷ്ടായി. പിന്നെ എത്താനയിക്കണേ കുറച്ചും കൂടി അധികമാണ്. വയസ്സായവർക്കൊന്നും അധികം താഴത്ത് കണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ വെള്ളമൊക്കെയാണ് അടിക്ക് ചാടി വെള്ളച്ചാട്ടം പോലെ എനിക്ക് ഞങ്ങൾ മേത്തുക്കൊക്കെ വരുന്നേ. പിന്നെ അവിടെയുള്ള ആളെന്നെ പറഞ്ഞ് വേഗം പോയിട്ട് വേഗം പോരെ, ഒരു നേരെ ഇഷ്ടമൊക്കെ ആവാനേക്കണ്. പിന്നെ അവിടെയുള്ള ആള് പറഞ്ഞിന് മഴയൊക്കെ പെയ്തല്ലേ ഇച്ചൊക്കെ പിടിച്ചിക്കണ് തെന്നണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഭാഗത്ത് തെങ്ങി പോയിട്ട് എന്റെ നഖമൊക്കെ നല്ല വേദന ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഗൈസ്. ചോരൊക്കെ വന്ന് കഴിയുമെന്ന് അവളെ കഴിയുമെന്ന്. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ലെത്തിട്ടാ പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും ഇവരെ ചില ആൾക്കാരൊക്കെ കേറൽ തുടങ്ങി കുളിച്ചിട്ട്. ഈ വെള്ളമൊക്കെ മഴ പെയ്ത് നിന്ന വെള്ളങ്ങളാണേ. ഒരു പറഞ്ഞിന്ന് തോന്നുന്നു നല്ല ഇഷ്ടാവണ്ട. ഇഷ്ടായാല് എനിക്ക് കണ്ണൊന്നും അധികം കാണൂല, ഇവിടെ വെളിച്ചില്ലാത്തല്ലേ കാട് പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു ഇറങ്ങാന്നുള്ളപ്പോ 6 മണി 5 മണി ആകുമ്പോൾ തന്നെ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ താഴത്തേക്ക് സ്ഥലം എത്തിരിക്ക, കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാണ്ട്. വയസ്സായിരിക്കൊന്നും ഇവിടേക്ക് കേറാനും ഇറങ്ങാനൊന്നും പറ്റില്ല. നല്ല ഇറക്കണ്ട്, എന്നാലും നല്ല കയറ്റുണ്ട്. മഴ പെയ്തിട്ടൊക്കെ തോനെ വെള്ളം നിക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലം സ്ഥലത്താനായി. ഇനി ഇവിടെ നിക്കണ ആൾക്കാർ നിക്കണ അങ്ങോട്ട് ഉള്ളൂ. അവിടെ നിങ്ങളാണ്ട് കുളിക്കണാണ്ട് കണ്ടോ? കണ്ട ഇമ്മയും എല്ലാരും താത്തമാരും കവന്മാരും എല്ലാരും കൂടി ഇറങ്ങിക്കണേ. എന്റെ മുറ്റതാ നല്ല കിളിയാണ്. പിന്നെ കുട്ടികളെ കളിപ്പിച്ചടിച്ച് കാക്കമാരൊക്കെ കഴിച്ച് കുളിച്ച് അടിപൊളിയിലേന്. ഞാനവിടെ അപ്പൊ അങ്ങനെ രസമായിട്ട് റിസങ്ങള് കുളിക്കലും നല്ല രസം. നോക്കി അവള് ചിരിയൊക്കെ കണ്ട അവള് കളിക്കണതും. ഓളെ കളിയാണ് നല്ല രസമുണ്ട് കേട്ടാ. അവൾക്ക് തണുപ്പുണ്ട്, എന്നാലും മേത്ത് കൂടെ ഇങ്ങനെ ഒഴിക്കണ കണ്ടില്ലേ എന്താ അടിക്കല്. അവിടെ ഇല്ലാത്ത ഭാഗത്താണ് അവള് നിർത്തി.
ഇതിങ്ങനെ ചെയ്യാൻ നല്ല രസയ്യ. പക്ഷെ ഉമ്മച്ചി തോന്നേറെ എന്നോട് പറയണേ എനിക്ക് നല്ല പേടി മുങ്ങുന്നു. അപ്പൊ അനിയനൊക്കെ തോന്നൊട്ടും ചെയ്തിരിക്കണു, ഒറ്റക്കും ചെയ്തിരിക്കണു, കാക്കമാരെപ്പോഴൊക്കെ ചെയ്തു. നല്ല രസമാണ് ഞാൻ ഇതേപോലെ ആക്കാനെന്ന് പറഞ്ഞിട്ട് അവര് ഉമ്മച്ചി തോന്നൊട്ടും പറഞ്ഞു. പക്ഷെ ഞാൻ തീരെ ചെയ്തില്ല. എന്നെ പിടിച്ച് കൊണ്ടുപോയി ഇപ്പച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ പിടിച്ച് ലാസ്റ്റ് കൊണ്ടുപോയി ഞാനത്. പിന്നെ നിയാസ്കാക്കന് ഇപ്പൊ അങ്ങനെ അതേപോലെ ആക്കാൻ വേണ്ടി റെഡിയായി നിന്ന് നിയാസ്കാക്ക് കുറിച്ചൊരൊറ്റ പറഞ്ഞു. ഞാൻ നിയാസ്കാക്കും കൂടി ഒപ്പം പോയി വെള്ളത്തിൽ വീണ്. ഞാനാദ്യം മുങ്ങി വെള്ളം കുടിച്ച് എന്താ പോലെ. പിന്നൊക്കെ നല്ല രസം. അപ്പുറത്തും ദിൽക്കാതെ എന്നെ പിടിച്ച് നല്ല രസമായി. അപ്പോഴത്തിനും നേരെ ഇഷ്ടമായി കേറാൻ പറഞ്ഞ് ഓരോരുത്തർ കേറിയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ കേറി ഇപ്പച്ചു ഞാനൊക്കെ കേറി തലയൊക്കെ തോർത്തി ഡ്രസ്സ് മാറ്റി. പിന്നെ രാത്രിയായി വീട്ടിലേക്ക് പോയോണ്ടിരിക്കുന്നു. When you feel lost in your shadow, don't feel alone, don't scream so loud. We're living in this cruel world.